കുട്ടികൾക്കിത് അഭിമാന നിമിഷം. കാസർകോട്ടെ തനത് ഗോത്രകലയായ മംഗലംകളി മത്സരം വേദി 15-ൽ നടന്നപ്പോൾ മത്സരിക്കാനെത്തിയത് അവിടെ നിന്നുള്ള മലവെട്ടുവ മാവില സമുദായക്കാരായ കുട്ടികളായിരുന്നു. സ്വന്തം കല അംഗീകരിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് എ ഗ്രേഡുമായി അവർ മടങ്ങുന്നത്. രഞ്ജനയും ഗോപികയും മായയും വേദി 15-ലെ മംഗലനൃത്തം ഉള്ളുനിറയെ കണ്ടു. വേദിയിൽ സ്വയം ആടിത്തിമർക്കുന്നതിനേക്കാൾ സ്വന്തം കലാരൂപം മറ്റുള്ളവർ ആവിഷ്കരിക്കുന്നതിന്റെ അഭിമാന നിമിഷം. ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട സമുദായത്തിന്റെ തനത് കല അംഗീകരിക്കപ്പെട്ടതിന്റെ നിറവ്. ഞങ്ങൾക്ക് അഭിമാനം തന്നെയല്ലേ, ഞങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് വരുന്ന കലയായതുകൊണ്ട് അഭിമാനം തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും അറിയുമല്ലോ ഞങ്ങളുടെ കലാരൂപം, പുറത്തത്തെ എല്ലാവരും അറിയുന്നതുകൊണ്ട് അഭിമാനം തന്നെയാണ്. കാസർഗോഡ് നിന്ന് മറ്റെല്ലാവരെയും പിന്നിലാക്കിയാണ് GHSS മാലോത്ത് കസബയിലെ മലവേട്ടുവ മാവില സമുദായക്കാരായ കുട്ടികളുടെ സംഘം സംസ്ഥാന കലോത്സവത്തിനെത്തിയത്. ചെറുപ്പം മുതൽ കണ്ടും കളിച്ചുമുള്ള തഴക്കം, തലമുറകൾ കൈമാറി വന്ന തനത് കല, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന മെയ്വഴക്കം, ഇവയെല്ലാം ആ ചുവടുകളിൽ കാണാം. തലമുറയായിട്ട് വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് തന്നെ ബ്ലഡിലുള്ളതുകൊണ്ട് നന്നായിട്ട് കളിക്കാൻ കഴിയും. സാധാരണ കല്യാണ ദിവസം തലേദിവസം ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടിൽ കളിക്കും. മത്സരത്തിനായി സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൂളുകളിൽ മംഗലംകളി പഠിപ്പിച്ചത് കാസർകോട്ട് നിന്നുള്ള കലാകാരന്മാരാണ്. നമുക്ക് പുറത്തു പോയി പ്രാക്ടീസ് എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പാട്ട് മനസ്സിലാക്കി കൊടുക്കണം, കൊട്ട് അതേപോലെ പാട്ടിനനുസരിച്ചുള്ള കൊട്ട്, വായ്ത്താരി, താളം ഇതെല്ലാം കൂടി ഒത്തിണങ്ങി വരുമ്പോഴാണല്ലോ ഇതിന്റെ മംഗലകളി ഒരു എനർജി ആയി വരുന്നത്. മറ്റു കലാകാരന്മാർക്കൊപ്പം അംഗീകരിക്കപ്പെട്ടതിന്റെ ആത്മനിർവൃതി കൂടിയുണ്ട് ഈ മനുഷ്യരിൽ. കേരളത്തിന്റെ കലാരംഗത്ത് വേണ്ടത്ര ദൃശ്യത കിട്ടാതെ പോയ കലാകാരന്മാരും കലകളുമാണ് അരങ്ങിലെത്തിയത്. അങ്ങനെ മാറ്റത്തിന്റെ പുതുചരിത്രമാവുകയാണ് ഈ കലോത്സവം. അജീഷ് വെഞ്ഞാറമൂടിനൊപ്പം സുധിഷ ധർമ്മൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.